LDF-ന്റേത് സമരപ്രഹസനമാണെന്ന് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ. മുൻ LDF സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട അവസാന ഗഡു ഫണ്ട് നൽകാതെ ഒഴിഞ്ഞുമാറിയത്. ഇപ്പോൾ CPM നടത്തുന്നത് രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ സമരം ഒരു പ്രഹസനമാണ് എന്നാണ് ഞങ്ങൾ UDF-ന്റെ ബോർഡ് കമ്മിറ്റി പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം, സർക്കാർ നമുക്ക് നൽകാവുന്ന മൂന്നാം ഗഡു തരാത്തത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളെ ഈ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. മൂന്നാം ഗഡു ലഭിക്കാതെ, പ്ലാൻ ഫണ്ട് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു അവസ്ഥ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ഫണ്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭിന്നശേഷി ആളുകൾക്കുള്ള സ്കോളർഷിപ്പുകൾ, ക്ഷീര കർഷകർക്കുള്ള ഫണ്ടുകൾ, അതുപോലെയുള്ള ഫണ്ടുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുക്കാൻ കഴിഞ്ഞ പഞ്ചായത്തും എഗ്രിമെന്റ് വെച്ച പഞ്ചായത്തും വഴിക്കടവ് പഞ്ചായത്താണ്. അവിടെ പറഞ്ഞ ഈ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫണ്ട് കിട്ടാത്ത കാര്യം പ്രതിപക്ഷത്തിനും അറിയാം, ഭരണപക്ഷത്തിനും അറിയാം, ഈ ലോകത്തുള്ള, ഈ നാട്ടിലുള്ള കേരളക്കരയിലുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യം. വഴിക്കടവ് പഞ്ചായത്തിന് മാത്രം പ്ലാൻ ഫണ്ട്, ജനറൽ പട്ടികജാതി പദ്ധതി, പട്ടികവർഗ ഉപപദ്ധതി തുടങ്ങിയവയിൽ 2,60,89,747 രൂപ കഴിഞ്ഞ ഇടത് സർക്കാർ നൽകാനുണ്ട്. LDF പ്രഖ്യാപിച്ച സമരപ്രഹസനവും ജനങ്ങളെ പരിഹസിക്കലുമാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കുടുംബശ്രീയുമായി സഹകരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കായി റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുമെന്നും ഇതിന്റെ മുന്നോടിയായി 10-ാം തീയതി വിപുലമായ യോഗം ചേരുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടനെ കൂടാതെ വൈസ് പ്രസിഡന്റ് ഉഷ വേലു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ AK വർഗീസ്, മുജീബ് എരഞ്ഞിയിൽ, അംഗങ്ങളായ മാനു കോനാടൻ, പാത്തുമ്മ ഇസ്മായിൽ, ബിന്ദു വേലായുധൻ, ഫൗസിയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.